ജിമ്മിൽ പോയി കിഡ്നി തകരാറുമായിട്ട് ഇഷ്ടം പോലെ പേഷ്യൻസിനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലായിട്ട് ഞാൻ കാണുന്നുണ്ട്. ജിമ്മിൽ പോകുന്നത് നല്ലതാണ്, ആരോഗ്യം സംരക്ഷിക്കണം. പക്ഷെ കിഡ്നീനെ സേഫ് ആക്കിക്കൊണ്ട് എങ്ങനെ ജിം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് ജിമ്മിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ സ്റ്റാർട്ട് സ്ലോ, ഉടനെ വേഗം പോയി വലിയ വലിയ വെയിറ്റുകളൊക്കെ എടുത്ത് അങ്ങനെ ഹെവി എക്സസൈസ് ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യില്ല. ജെന്റിലായിട്ട് തുടങ്ങി മസിൽസൊക്കെ അക്കസ്റ്റംഡ് ആകുന്നതിനനുസരിച്ച് പയ്യെ പയ്യെ എക്സസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മസിൽ ഫൈബേഴ്സ് പൊട്ടും. മസിൽ ഫൈബേഴ്സ് പൊട്ടിയാൽ മസിൽ ഫൈബേഴ്സിനകത്തുള്ള മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ബ്ലഡിലേക്ക് വരികയും അത് കിഡ്നിയിലേക്ക് ചെന്ന് അടിഞ്ഞ് കിഡ്നി ഫെയിലർ ഉണ്ടാവുകയും ചെയ്യും. എല്ലാ മാസവും 1-2 പേഷ്യൻസ് ജിമ്മിൽ പോയി ഈ റാബ്ഡോമയാലിസിസ് എന്ന് പറയുന്ന ഈ മസിൽ ഫൈബേഴ്സ് പൊട്ടി കിഡ്നി തകരാറുമായിട്ട് ഞങ്ങളുടെ ഡാഡിയിൽ അഡ്മിറ്റായി ചികിത്സ എടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പനിയുള്ള സമയത്ത്, പ്രത്യേകിച്ച് വൈറൽ ഫീവർ ഉള്ള സമയത്ത് ജിമ്മിൽ പോകാതിരിക്കുക. ഈ പനി വരുമ്പോൾ, പ്രത്യേകിച്ച് വൈറൽ ഫീവേഴ്സ് വരുമ്പോൾ ഈ പല വൈറസുകളും മസിലിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ആ സമയങ്ങളിലും മസിൽ ഫൈബേഴ്സ് പൊട്ടി ഈ റാബ്ഡോമയാലിസിസ് ഉണ്ടായി കിഡ്നി ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തേതായിട്ട് വെള്ളം കുടി. ഒട്ടും വെള്ളം കുടിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വേണം ജിമ്മിലെ കാര്യങ്ങൾ, എക്സസൈസും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ. നാലാമതായിട്ട് പ്രോട്ടീൻ. ജിമ്മിൽ പോകുമ്പോൾ മസിൽ ബിൽഡിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽ ബിൽഡ് ചെയ്യണം, പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അമിതമായിട്ട് പ്രോട്ടീൻ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും കിഡ്നിക്ക് മാർജിനലൈസ്ഡ് കണ്ടീഷൻ ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല പ്രോട്ടീൻ സപ്ലിമെന്റ്സിലും അഡൾട്രൻസ്, പലതരം മായങ്ങളുണ്ട്. ചിലതൊക്കെ കിഡ്നീനെ അഫക്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പം നല്ല ബ്രാൻഡുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സ് മാത്രം നോക്കി മേടിക്കുക. കണ്ടന്റ് നോക്കുക, ബ്രാൻഡ് നോക്കുക, പിന്നെ അതിൻ്റെ അളവ് എന്തുമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. 1.5 gram per kg per day കൂടുതൽ പ്രോട്ടീൻ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.